അനുമോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ കളിക്കുന്നുവെന്ന് നിവിൻ പറയുന്നത് വളരെയധികം ശരിയാണ്. ഹൗസിൽ ഏറ്റവും കൂടുതൽ ജെൻഡർ കാർഡ് എടുക്കുന്നതും വിക്ടിം കാർഡ് എടുക്കുന്നതും അനുമോൾ തന്നെയാണ്. ഉദാഹരണത്തിന് പാവയുടെ ടാസ്കിൽ ഒരു കാരണവുമില്ലാതെ ജെൻഡർ കാർഡ് എടുക്കിയത് അനുമോളാണ്. എല്ലാവർക്കും അറിയാം അതൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു. ഫിസിക്കൽ ടാസ്കിനിടയിൽ ദേഹത്ത് മുട്ടി തട്ടി അതൊക്കെ പതിവുള്ള കാര്യങ്ങളാണ്. ടാസ്കിനിടയിൽ അനുമോളുടെ ദേഹത്ത് അക്ബർ മുട്ടിയെന്ന് പറഞ്ഞ് അനുമോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഹൗസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കയറുമ്പോൾ ആണുങ്ങൾ മുട്ടി നിൽക്കുന്നത് പോലെ എൻ്റെ ദേഹത്ത് എന്തിനാണ് മുട്ടി നിൽക്കുന്നത് എന്നൊക്കെയാണ് അനുമോൾ അവിടെ അക്ബറിനോട് ചോദിച്ചത്. അതൊരു ഫിസിക്കൽ ടാസ്ക് ആണെന്നും ടാസ്കിനിടയിൽ അങ്ങനെ സംഭവിച്ചു പോയതാകാം, അക്ബർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അങ്ങനെ ചെയ്തതെന്നും എല്ലാവരും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അനുമോൾ അവളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. എന്ത് ടാസ്ക് ആണെങ്കിലും എനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നിയാൽ എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നേക്കണം എന്നാണ് അനുമോൾ അവിടെ മറുപടി പറഞ്ഞത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പങ്കെടുക്കേണ്ട ഫിസിക്കൽ ടാസ്കുകൾ ബിഗ് ബോസിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അനുമോൾ ബിഗ് ബോസിലേക്ക് വന്നത്. അതുപോലെ തന്നെ നെവിൻ കാലിൻ്റെ ഇടയിൽ നിന്ന് പാവ വലിച്ചു കൊണ്ടുപോയി. എന്നെപ്പോലൊരു പെണ്ണിന് അങ്ങനത്തെ ബിഹേവിയർ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു അനുമോൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിലും വലിയ ഫിസിക്കൽ ടാസ്കുകൾ ഇനിയും വരും, കോമ്പറ്റീഷൻസ് ഇനിയും കടുക്കും. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടുന്ന് ക്വിറ്റ് ചെയ്തു പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമേ അനുമോൾക്കുള്ളൂ. രാത്രി പലവർക്കും വിശന്നപ്പോൾ അനുമോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്ന പേരിൽ അനുമോളെ വളഞ്ഞിട്ട് മത്സരാർത്ഥികൾ ആക്രമിച്ചത് അത് ശരിയാണെന്ന് പറയുന്നില്ല. മനുഷ്യരല്ലേ, ചില സമയത്ത് മനുഷ്യത്വം കാണിക്കണം. അതിൻ്റെ പേരിൽ വോട്ട് കിട്ടാൻ വേണ്ടി അനുമോൾ നന്മമരമാവാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ പറയുന്നതിൽ പലവർക്കും വിയോജിപ്പുള്ള കാര്യമാണ്. ശരിക്കും അനുമോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആവാൻ ശ്രമിക്കുന്നതാണോ അതോ നല്ലൊരു മനസ്സിനുടമയാണോ എന്നതാണ് ചോദ്യം.